അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റൈഡർ ആണെങ്കിൽ ഓഫ് ദ ടൈം ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് ബാക്കിലത്തെ റെയർ ABS ഓഫ് ചെയ്തിട്ടായിരിക്കും. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ജസീൽ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ ബജാജിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത നമ്മുടെ പൾസർ NS 400, ദ ബിഗ്ഗസ്റ്റ് പൾസർ ഈസ് എവർ മെയ്ഡ്. ഇതിൻ്റെ ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോയത്. വണ്ടി എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല രസമില്ലേ കാണാം. ബേസിക്കലി ഇത് കാണാൻ ഒരു NS 200 പോലെയൊക്കെ ഇരിക്കുമെങ്കിലും അത്യാവശ്യം ഒന്ന് മസ്കുലർ ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ബീഫി പൾസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു അത്യാവശ്യം നല്ല വണ്ണമൊക്കെ തോന്നുന്നുണ്ട്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഫ്രണ്ട് നോക്കുന്ന ടൈം ഇതേ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു വലിയൊരു DRL സെറ്റപ്പ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഒരു തണ്ടറിൻ്റെയൊക്കെ ഒരു ഇത് വരുന്ന രീതിക്കുള്ള DRL വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ലോ ബീം ഹൈ ബീമൊക്കെ വരുന്ന LED ഹെഡ് ലാംപ്സ് വരുന്നത്. പിന്നെ 43 mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്നുണ്ട് വിത്ത് ദ ഷാമ്പെയിൻ ഗോൾഡ് കളർ. സാധനം അത്യാവശ്യം രസമുണ്ട് കേട്ടോ. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. അങ്ങനെ വലിയ ഹാർഡ് ഫീലോ ഒന്നുമില്ല. എന്നാലും നമ്മൾ ഹൈ സ്പീഡ് പോകുന്ന ടൈമിൽ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് തരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 110 സെക്ഷൻ ടയേഴ്സാണ് വന്നേക്കുന്നത്. 110/17 R17 സെക്ഷൻ ടയേഴ്സാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS വന്നേപ്പോൾ ഉണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്സ് നോക്കുന്ന ടൈമിൽ 320 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. കുഴപ്പമില്ലാത്ത ബ്രേക്കിംഗ് ബൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തതെന്നല്ല, അത്യാവശ്യം കിടുക്കാച്ചയായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ബൈറ്റ് ആട്ടോ വന്നേക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഡ്യൂക്കിലൊക്കെ കണ്ടു വന്നേക്കുന്നില്ലയോ, ആ ഒരു ഡിസ്കിൻ്റെ ഡിസൈൻ ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മൾ ഡ്യൂക്കിൽ കണ്ടുവന്നേക്കുന്ന പോലെയുള്ള ഒരു 4 piston കാലിപ്പേഴ്സ് ഒന്നും ഇതിനകത്ത് വന്നേപ്പോൾ ഇല്ല. ഇഫ് ഐ എം നോട്ട് റോങ്, ഇതിനകത്ത് 4 piston കാലിപ്പേഴ്സ് വന്നിട്ടില്ല. പിന്നെ നമ്മൾ എൻജിൻ സൈഡ് നോക്കുന്ന ടൈമിൽ ഒരു 373cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. DOHC എഞ്ചിനാണ്. പ്രൊഡ്യൂസിങ് 40 PS പവറും 36 N ടോർക്കും ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിനകത്ത്. പിന്നെ ഒരു 4 റൈഡ് മോഡ്സ് വന്നപ്പോൾ ഉണ്ട്. അതൊക്കെ ഞാൻ ഓടിക്കുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്രെയിം നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന പെരിമീറ്റർ ഫ്രെയിമാണ്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ടെലിസ് ഫ്രെയിം ഒന്നും ഇതിനകത്ത് വന്നപ്പോൾ ഇല്ല. പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് സെക്ഷൻ നോക്കുന്ന ടൈമിൽ 240 mm ബ്രേക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഡിസ്ക് സൈസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഹാൻഡിലേക്ക് നോക്കുന്ന ടൈമിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്. ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറും അഡ്ജസ്റ്റബിളാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതേ സൈഡിലേക്ക് നോക്കുന്ന ടൈമിൽ ഇവിടെ ചെറിയൊരു സാരി കാർഡ് സെറ്റപ്പ് കാണാം. ഇവിടെ ആണെങ്കിൽ 12 liters ഒരു ടാങ്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ടാങ്ക് റേഞ്ചൊക്കെ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു 12 liters ടാങ്കാണ് വന്നേക്കുന്നത്. ഒരു 40 liters എങ്കിലും കൊടുക്കാമെന്നും തോന്നുന്നു ആ ഒരു ബൾക്കിനെസ് ഒക്കെ കാണുമ്പോൾ. 40 liters ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു, പക്ഷേ 40 liters ഇല്ല. 10 stage അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്കാണ് ബാക്ക് വന്നേക്കുന്നത്. ബാക്കിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 140/70 സെക്ഷൻ ടയേഴ്സാണ് ബാക്ക് വന്നേക്കുന്നത്. ബാക്കിലത്തെ ആ ടെയിൽ സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. നമ്മൾ ടിപ്പിക്കൽ NS കണ്ടു വന്നേക്കുന്ന ആ ഒരു ടെയിൽ സെറ്റപ്പൊക്കെയാണ് ഇതിനകത്തും വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. സാധനം കാണാനൊക്കെ ആയിട്ട് ഒരു നീറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ചെറിയൊരു ഹങ്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ള നമ്മൾ വാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഭാഗത്ത് നോക്കുന്ന ടൈമിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വന്നപ്പോൾ ഉണ്ട്. ബ്രേക്കും ക്ലച്ചും അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുന്ന ടൈമിൽ ഒരു ഹസാർഡ് സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. ഇവിടെ നിന്ന് എൻജിൻ കിൽ സ്വിച്ച് വന്നേക്കുന്നത്. ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച്. പിന്നെ ഇവിടെ നോക്കുന്ന ടൈമിൽ ലോ ബീം ഹൈ ബീം അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പാസ്. പിന്നെ ഇവിടെ നമ്മുടെ ക്ലസ്റ്റർ നാവിഗേറ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളും ഇവിടെ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു 4 ഡ്രൈവ് മോഡ്സ് വന്നപ്പോൾ ഉണ്ട്. റോഡ്, സ്പോർട്ട്, ട്രെയിൻ, ഓഫ് റോഡ്. ഇത് സ്പോർട്ട് ഇടുന്ന ടൈമിൽ ത്രോട്ടിൽ റെസ്പോൺസൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് വന്നേക്കുന്നത്. ഇത് ഏത് മോഡ് ഇട്ടാലും നല്ല ചേഞ്ച് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കളർ TFT ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് വാണിംഗ് കാണിക്കുന്നുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട്. ഇതിനകത്താണ് നമ്മുടെ 10/10 നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിനകത്താണ് നമ്മുടെ മോഡ്സ് മാറ്റുന്നത്. നമ്മുടെ ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇവിടെ ടാക്കോമീറ്റർ ഉണ്ട്. പിന്നെ ഓഡോമീറ്റർ അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇവിടെ വാണിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ എന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ ഈ ഒരു സെപ്പറേറ്റ് ഡിസ്പ്ലേ ആയിട്ട് വെക്കാതെ ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുക്കുമായിരുന്നു കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു സെപ്പറേറ്റ് ഒന്ന് മാറിയിരിക്കുന്നു. അല്ല, ഇത് ഓഫ് ചെയ്യുന്ന ടൈമിലേ ഇത് കണ്ടില്ലേ, ഇത് കുഴപ്പമില്ല. ഇതൊരു നീല പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നുണ്ട്.
ലേറ്റസ്റ്റ് റൈഡ് കണ്ടില്ലേ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇത് കൊടുത്തേപ്പുണ്ട്. ഇതിനകത്ത് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു USB ചാർജിങ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ട് 800 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത്. സോറി 810 ആണ് വന്നേക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 87 ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, രണ്ട് സൈഡും ഒരുവിധം പ്ലാഞ്ചറ്റ് ഫുട്ട് ഉണ്ടെന്ന് പറയാം. ഒരുവിധം അല്ല, ഒരു ഹാഫ് ഫുട്ട് കിട്ടുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും. ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ നമ്മൾ നോക്കുന്ന ടൈമിൽ ഇതാണ് ഇതിൻ്റെ നോർമൽ റൈഡിങ് സ്റ്റാൻഡ്സ്. അവിടുന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് നമ്മൾ ഡ്യൂക്കിലൊക്കെ കൊണ്ടുവന്നേക്കില്ലേ, അതേ ഒരു സെയിം റൈഡിങ് പോസ്റ്റർ തന്നെ. നമ്മളെ NS200 കൊണ്ടുവന്നേക്കുന്ന പോലെ ആ ഒരു ക്ലിപ്പ് ഓൺസ് പോലെയുള്ള ഇതല്ല വച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് കൊള്ളാം, കുറച്ചുകൂടെ ഒന്ന് സ്പോർട്ടി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയായിരിക്കുന്നത്. പിന്നെ മിറേഴ്സ് നമ്മൾ ഡൊമിനോറി കൊണ്ടുവന്നേക്കുന്ന പോലെയുള്ള മിറേഴ്സാണ്. അതിൻ്റെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ കഴിച്ച് നമ്മൾ ലേക്കിൽ നിന്നൊക്കെ ഇറങ്ങി നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമ്മൾ ഒരുവിധം ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കുഴപ്പമില്ല, വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ലൈറ്റാണ്. വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ സ്പോട്ട് ഇട്ടിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. അത്യാവശ്യം നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. ഇതേപോലുള്ള ഒരു ബമ്പി റോഡ്സിൽ കൂടെ ഒക്കെ പോകുമ്പോഴും വണ്ടിക്ക് ഒരു ഡിസ്കംഫർട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഫീല് തരുന്നുണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന്. എന്നുവെച്ചാൽ ഞാൻ പറയുന്ന എക്സ്ട്രീം ഓഫ് റോഡ് കണ്ടീഷനൊന്നുമല്ല, ഇതേപോലെയുള്ള ചെറിയ ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ ഇല്ലേ, അപ്പോഴുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ചിലപ്പം നോയ്സിൻ്റെ ചെറിയൊരു പ്രശ്നം കാണും കേട്ടോ. എല്ലാവരും ദയവ് ചെയ്തൊന്ന് ക്ഷമിക്കണേ. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് വെച്ചിട്ടല്ല ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി അതെൻ്റെ ഒരു ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയി, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഇതെനിക്ക് അത്യാവശ്യം ചെറിയൊരു ലൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഈ ചെറിയ ചെറിയ സെറ്റപ്പുകൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ വിടാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഞാൻ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ഡൊമിനോറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻജിനാണ്. ഡൊമിനോർ കൊണ്ടുവന്നേക്കുന്ന സെയിം എൻജിൻ തന്നെ ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ ചെറിയ രീതിക്ക് ട്യൂണിങ് വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് പക്ഷേ ഓടിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പിന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലത്തെ സ്പ്രോക്കറ്റിനകത്ത് ഒരു ടീത്ത് കൂടുതലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യലി കുറച്ചുകൂടെ ഒന്ന് എൻജോയിങ് ആക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫീല് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ കേട്ടത് ഇത് അത്യാവശ്യം ഒരു വീലി മിഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. എന്നുവെച്ചാൽ ഒരു നമ്മുടെ ഡൊമിനോറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻജിൻ, അതിനകത്ത് ഒരു ടീത്ത് അധികം കൊടുക്കുമ്പം മിക്കവാറും ഒരു വീലി മിഷൻ ആകാനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ വലിയ വീലി മിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. പക്ഷേ നമുക്ക് ആ ആക്സിലറേഷൻ നല്ലോണം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഇനീഷ്യൽ ആക്സിലറേഷന് അതൊരു രക്ഷയില്ലാത്ത ഫീൽ കേട്ടോ. ആ ഇനീഷ്യൽ ആക്സിലറേഷൻ അത് രക്ഷയില്ല. നമ്മൾ ഡൊമിനോറിനകത്ത് നമുക്ക് ആ മിസ് ചെയ്യുന്ന മെയിനായിട്ട് മിസ് ചെയ്യുന്ന ഈ സംഭവമാണ് ആ ഇനീഷ്യൽ ആക്സിലറേഷൻ. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ആ ഒരു പവർ ബമ്പ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് എൻഡ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ ടോപ്പ് എൻഡിലേക്ക് എടുത്ത് നോക്കിയിട്ടില്ല. 154 ആണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് കാണിക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ കയറേണ്ടതാണ് വണ്ടി. ഒരു 400 cc വരുന്ന വണ്ടിയല്ലേ. നമ്മുടെ V3 തന്നെ 140 വരെയൊക്കെ കയറുന്നുണ്ട്, 150 കയറുന്നുണ്ട്. അത് ഭയങ്കര ഇതാണല്ലോ, ഭയങ്കര കൺജസ്റ്റഡാണ് റോഡൊക്കെ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് റിവ്യൂ എടുക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ. ഞാനെന്തായാലും ഇതൊക്കെ ഒന്ന് മാറിയിട്ട് സംസാരിക്കാം ഇനി. ക്ലച്ചിൻ്റെ ഫീലിനെ പറ്റി തന്നെ പറയാം. ക്ലച്ച് ഫീൽ നോക്കുന്ന ടൈമിൽ ഭയങ്കര ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ് കേട്ടോ. വിത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റിലൊന്നും വണ്ടിക്കകത്തുനിന്ന് നമുക്ക് സ്റ്റെബിലിറ്റിയുടെ പ്രോബ്ലമോ ബാക്ക് വീല് ലോക്കാവുന്ന അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. ഭയങ്കര രസമാണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല സ്പീഡ് വന്നിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ബാക്ക് വീല് ലോക്കോ അങ്ങനെയൊന്നും ആവുന്നില്ല. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുന്ന ടൈമിൽ ഫ്രണ്ട് സസ്പെൻഷൻ കുഴപ്പമില്ലാത്ത ഒരു ഫീൽ വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പൊട്ടിപ്പൊളഞ്ഞ മോശമുള്ള റോഡിൽ കൂടെ പോകുന്ന ടൈമിലും എനിക്ക് കംഫർട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഡിസ്കംഫർട്ടൊന്നും തോന്നുന്നില്ല.
പിന്നെ എനിക്ക് ബ്രേക്കിനെ പറ്റിയാണ് പറയാനുള്ളത്. ബ്രേക്കിനെ പറ്റി പറയുന്ന ടൈമിൽ ബ്രേക്കിങ് ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം ബ്രേക്കിംഗ് ബൈക്ക്. നമ്മൾ ആ 390 കണ്ട അത്രയും ഒരു ബ്രേക്കിംഗ് ബൈക്ക് ഇത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. അതിനകത്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലോയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിനകത്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലോയി അല്ല, എന്നെങ്കിൽ പോലും കുഴപ്പമില്ല, അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള സാധനം തന്നെ ഇതിനകത്തുള്ളത്. ബ്രേക്കിങ് അത് വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, ഡൊമിനാർ വെച്ചിട്ടാണ് ഞാനിത് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് വെച്ച് നോക്കുന്ന ടൈമിൽ ഈ ഡയലിനകത്ത് ഡിജിറ്റ് മാറുന്ന നമ്മൾ അറിയത്തില്ല കേട്ടോ. പെട്ടെന്നാ ഷൂ എന്നും പറഞ്ഞാൽ ഡിജിറ്റ് മാറിപ്പോകുന്നത്. നമ്മൾ ഡൊമിനാർ കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഡൊമിനാറിനെക്കാട്ടി ഏകദേശം 20-25 kgs എന്തോ ഇതിനകത്ത് ലൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിങ് അത്യാവശ്യം കിടിലായിട്ടുള്ള ബ്രേക്കിംഗ് കേട്ടോ. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്, ഫ്രണ്ട് ബ്രേക്ക് ആയാലും ബാക്ക് ബ്രേക്ക് ആയാലും. പിന്നെ ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ, ABS ഓഫ് ചെയ്യാൻ പറ്റും, റെയർ ABS. നമുക്ക് ഓഫ് റോഡ് കൊണ്ടുവന്ന ടൈമിൽ റെയർ ABSും ട്രാക്ഷൻ കൺട്രോളും ഓഫ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ വണ്ടിയുടെ എൻജിൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഡൊമിനാറിൽ കണ്ടുപോലൊരു ക്യാരക്ടറല്ല. അത്യാവശ്യം ഒന്ന് റെസ്പോൺസീവായിട്ടുള്ളൊരു എൻജിനാണ്. ഇതിൻ്റെ അത്രയും ഒരു റെസ്പോൺസീവായിട്ടുള്ളൊരു എൻജിനല്ല അതിനകത്ത് വന്നേക്കുന്നത്. അത് അത്രയും വെയിറ്റും ഉണ്ട്, ഒരു ടീത്തും കുറവാണ്. ഈ ഇനീഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. കമ്പയറിങ് ടു ഡൊമിനാർ 400, ദിസ് ഈസ് വേ ബെറ്റർ ദാൻ ഡൊമിനാർ 400. ഡൊമിനാറിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിൽ പോകുന്ന ടൈമിൽ രക്ഷയില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ഓപ്പൺ സ്ട്രെച്ച് പോലെ കിടപ്പുണ്ട്, നമുക്കൊന്ന് ഇത് ചെയ്യുക. എന്തായാലും നമുക്ക് 0 to 100 ഒന്ന് നോക്കാം. അതിനൊക്കെ ഓടാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട് 0 to 100? നിങ്ങൾ ഇതിൻ്റെ ടൈമിങ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അത്യാവശ്യം അഗ്രസീവായിട്ട് തന്നെ ഞാൻ എടുത്തത്. ഭയങ്കര അഗ്രഷൻ കേട്ടോ. ഒരു നിമിഷം എന്നെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് സാധനം. അത് കേട്ടോ ഒരു NS പേടിപ്പിക്കുന്നത്. എന്നെ ഡൊമിനാർ പോലും ഇങ്ങനെ പേടിപ്പിച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം എന്താ പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ടൂറിങ്ങിന് കൂടെ പറ്റിയൊരു വണ്ടി കേട്ടോ. ഇത് നമ്മൾ സ്ട്രീറ്റിൽ മാത്രം ഓടിക്കുന്ന ഒരു നേക്കഡ് സ്ട്രീറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല. അത്യാവശ്യം കിടിലുമായിട്ട് ഇത് ടൂർ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ അത്യാവശ്യം വലിച്ച് എടുക്കുന്ന ടൈമിലും വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഹയർ RPMലേക്ക് പോകുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ ഒരു വൈബ്രേഷൻ ചെറുതായിട്ട് തോന്നുന്നത്. ആ വൈബ്രേഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഫുഡ് പെഗിലാണ് തോന്നുന്നത്. എനിക്ക് ഹാൻഡിൽ ബാറിലും അധികമായിട്ട് തോന്നുന്നില്ല, ഈ ഒരു സൈഡിലായിട്ട്. ഇതിനെക്കാട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാർ ആൻഡ് വെയിറ്റ് സെറ്റ് കഴിഞ്ഞാൽ അത് ചിലപ്പം ഒരു മാറാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 6ാമത്തെ ഗിയർ ഒരു 49-50 സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അത്യാവശ്യം സിറ്റിക്കായാലും ഹൈവേയിലേക്കായാലും പറ്റിയൊരു നല്ലൊരു ബൈക്കാണ് കേട്ടോ. ടൂർ ചെയ്യാനെന്ന് വെച്ചാൽ കിടിലോ. അത്യാവശ്യം നല്ലൊരു വൈസർ വെക്കേണ്ടതായിട്ടുണ്ട് ടൂർ ചെയ്യുന്ന ടൈമിൽ. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ, രക്ഷയില്ല. എന്നുവെച്ചാൽ നമ്മൾ KTM ഒക്കെ ഓടിക്കുന്നൊരു ഫീലൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നൈസോ വണ്ടിതേ. വണ്ടി ചുമ്മാ പുട്ട് പോലെ കയറി പോകുന്നത്. ഞാൻ സ്പോട്ടിൽ തന്നെ ഇട്ടേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും മോസ്റ്റ് ഓഫ് ദ ടൈം സ്പോട്ടിൽ തന്നെ ഇട്ട് ഓടിക്കാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. സ്പോർട്ട് മോഡ് ഈസ് ഗുഡ്. ഞാൻ ഇത്രയും നേരം ടൈറ്റ് ട്രാഫിക്ക് ഓടിച്ച്, സിറ്റിയിൽ ടൈറ്റ് ട്രാഫിക്ക് ഓടിച്ച്, അത് കഴിഞ്ഞിട്ട് ഹൈവേ വന്നിട്ടൊന്ന് വലിച്ചെടുത്ത് അത്യാവശ്യം പൊളിച്ച് നോക്കി. അപ്പോഴൊന്നും ഹീറ്റിംഗ് ഒന്നും കാര്യമായിട്ടില്ല. അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റൈഡറാണെങ്കിൽ നിങ്ങൾ മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ടൈം ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് ബാക്കിലത്തെ റെയർ ABS ഓഫ് ചെയ്തിട്ടായിരിക്കും ഓടിക്കാൻ പോകുന്നത്. അങ്ങനെ ഓടിക്കുന്ന ടൈമിൽ ഭയങ്കര ഫണ്ണാണ് കേട്ടോ. ഭയങ്കര ഫണ്ണെന്ന് വെച്ചാൽ ഭയങ്കര ഫണ്ണ്. ഞാൻ പറയുന്നത് നിങ്ങൾ റോഡിലും നല്ല സിറ്റിയിലൊക്കെ ഓടിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നും ഓടിക്കില്ല കേട്ടോ. എപ്പോഴും ട്രാക്ഷൻ കൺട്രോളും
ABS ഒക്കെ ഓണാക്കി തന്നിട്ട് ഓടിക്കുക. എപ്പോഴാണ് നമുക്കൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ വെയിറ്റ് നോക്കിയാലും 176 kgs എന്തോ വെയിറ്റ് വരുന്നുള്ളൂ. ഈ കറക്റ്റ് വെയിറ്റ് അറിയത്തില്ല. അങ്ങനെയൊക്കെ നോക്കുന്ന ടൈമിൽ വണ്ടി ഭയങ്കര ഗുഡ് തംസ് അപ്പ് ഫോർ ബജാജ്. ഇതേപോലൊരു കിടിക്കാച്ച് വണ്ടി ഇറക്കിയതിന്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കോണോട് നിൽക്കുക. നമുക്കിന്ന് വണ്ടി വന്നേക്കുന്നത് നമ്മുടെ കായംകുളത്തുള്ള പോപ്പുലർ ബജാജ് കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ട്രേഡ് അവൈലബിൾ ആണ്. നിങ്ങൾ വരിക, വിളിക്കുക, ടെസ്റ്റ് റൈഡ് ബുക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക.